Okay, good afternoon, all of you. Mark your attendance. Okay. All of you mark your attendance. ആദിഷേ ശരിയായോ ഇപ്പോ? കുറവുണ്ടോ? അതെ അല്ലേ? ഓക്കെ. All of you please turn on your video. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് ആരെയാണ് കുറച്ചു പേരെ വായിപ്പിച്ചില്ല അല്ലേ? ഒന്ന് അൻവിത. അപ്പൊ അൻവിത വായിച്ചോ? അൻവിത കരടി നഖം ഗദ ഘടികാരം തേങ്ങ. ചായ പഠിപ്പിക്കുന്നേ. ഇനി നമുക്ക് ഒരക്ഷരം പഠിക്കണ്ടേ ഇപ്പൊ എഴുതാൻ? നമ്മൾ ഏതാ കഴിഞ്ഞ സമയത്ത് പഠിച്ചേ? കാ പഠിച്ചില്ലേ നമ്മള്? ഇനി കായല്ലേ നമുക്ക് പഠിക്കാം. ഓ കാ വരെ പഠിച്ചോ? വെരി ഗുഡ്. ഞാൻ പഠിപ്പിച്ചില്ല? പഠിപ്പിച്ചൂടാ? ഇല്ല, എഴുതാൻ പഠിപ്പിച്ചില്ല. എഴുതാൻ പഠിപ്പിച്ചാ? എന്താണ് ഏബലേ? എന്തൊരു പരാതിയാണ്. എന്ത് പറ്റി? ആരാ ഏബലിനെ ചീത്ത പറഞ്ഞേ? ആരാ വഴക്ക് പറഞ്ഞേ മോനെ? അയ്യോ, എന്തൊരു സങ്കടാണല്ലേ? എന്താണ്? കട്ടായി പോയ ക്ലാസ്? എന്തേ മനസ്സിലായില്ലടാ. ഓ സാരമില്ല പാട്ടാ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാ പഠിച്ചേ വൈഗ? കാക്ക ഗാക്കാങ്ങ എഴുതാൻ പഠിച്ചോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഒന്നുകൂടി എഴുതാ. അൻവിതൊക്കെ പഠിച്ചില്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അത് തീർത്തിട്ടേ ഉള്ളൂ ഇന്ന്, അല്ലേ? അല്ലേ അൻവിത? അപ്പോ all of you take your slate and pencil. ശ്രദ്ധിച്ച് എഴുതുക. ഇതാ ആദിശല്ലേ എഴുതി പഠിച്ചു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. കാ പഠിച്ചു അല്ലേ? ഇനി ക ഗ ങ. നമ്മള് 5 അക്ഷരാണ് ഇന്ന് രാവിലെ പഠിച്ചതല്ലേ? എല്ലാരും വേഗം എഴുതുന്നതുകൊണ്ട് മിസ് ഒരുപാട് അക്ഷരങ്ങൾ പഠിപ്പിച്ചാണേ. ഒന്നുകൂടി പറയാ കേട്ടോ. അപ്പോ ഫസ്റ്റ് നമ്മള് പഠിച്ചത് ക. എങ്ങനെയാ എഴുതണ്ടേ നമ്മൾ പറഞ്ഞു അല്ലേ? ക എങ്ങനെയാ എഴുതണ്ടേ? ഓരോ സ്റ്റെപ്പും നമ്മൾ പറഞ്ഞു അല്ലേ? എങ്ങനെയാ? ഇങ്ങനെ ഇവിടെ ഒരു ഇതിട്ടു, എന്നിട്ട് എന്ത് ചെയ്തു? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതെടുത്തു, ഇങ്ങനെ എടുത്ത് ഇതിലേ താത്തു. ഓക്കെ, ക. മനസ്സിലായോ മക്കൾക്ക് എല്ലാവർക്കും? എങ്ങനെയാണ് ഒന്നുകൂടി പഠിപ്പിക്കാം. ഇങ്ങനെ എടുത്തു, സോറി, ഇങ്ങനെ എടുത്തു, ഇതിലേ എടുത്തു, ഇത് സ്റ്റെപ്പ് ദാ രണ്ടാമത്, പിന്നെ ഇങ്ങനെ താഴ്ത്തി. ക. കണ്ടോ എല്ലാവരും? എഴുതാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും എഴുതിയോ? ക എഴുതി കഴിഞ്ഞാൽ എല്ലാവരും നോക്കട്ടെ. യെസ്, വെരി ഗുഡ്. കാക്ക ഗക്ക ങ എത്തി അല്ലേ? വെരി ഗുഡ്.
ഓക്കെ വെരി ഗുഡ് ഓൾ ഓഫ് യു വെരി ഗുഡ്. നെക്സ്റ്റ് നമുക്ക് എഴുതാന്നല്ലേ. അടുത്ത എന്താണ്? അപ്പൊ കാ എന്നുള്ള അക്ഷരം നിങ്ങൾ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തത് ഖ. ഇങ്ങനെ എടുത്തു, ഇവിടെ എത്തിച്ചു, നെക്സ്റ്റ് ഇങ്ങനെ നേരെ വലിച്ചു മുകളിലോട്ട്. ഇതാണ് രണ്ടാമത്തത് ക ഖ. അപ്പൊ ക കണ്ണ്, കണ്ണല്ലേ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് വൺ എന്താണ്? സോറി, കണ്ണല്ല, കരടി. ക കരടി, ഖ നഖം അല്ലേ? ഈ ഖ എങ്ങനെയാ നമ്മൾ പഠിച്ചേ? ഇങ്ങനെ എടുത്തു, എ എന്ന ചിഹ്നം എഴുതി അല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങനെ എടുത്തു മുകളിലോട്ട്. ഓക്കെ, പഠിച്ചോ? എ എന്ന ചിഹ്നം ഇട്ടു, പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ എടുത്തു മുകളിലോട്ട് അല്ലേ? എ എന്ന ചിഹ്നം ഇട്ടു, എന്നിട്ട് ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് ഇട്ടാൽ മതി. അത് കൂട്ടി എഴുതുമ്പോ എങ്ങനെയായി? ഖ ഉണ്ടോ? ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? നോക്കട്ടെ. ഖ ഖ വെരി ഗുഡ്. എഴുതി എല്ലാവരും അല്ലേ? റിയാൻ എഴുതി, അഭിനവ് എഴുതി, അൻവിത എഴുതി, വിദിദ്രാം എഴുതി. ഖ ഗഖ ങ എഴുതിയ വിദിദ്രാമ്? വെരി ഗുഡ്. ആദി എഴുതി. നുഹാസ്മിൻ, നുഹ രാവിലെ നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചുവേ. രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ട് ഇല്ല അല്ലേ? പിന്നെ രാവിലെ കുറച്ചു പേരും കൂടെ വായിപ്പിക്കാതെ ഉണ്ട് മിസ്. ലുബാബി ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത അക്ഷരം ആദിഷ് ഉണ്ടായിരുന്നില്ല. അവരൊക്കെ പഠിക്കണേ. ഫാത്തിമ ജാബീർ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഓക്കെ, അപ്പൊ അടുത്തത് ഗ അല്ലേ? ഗ എങ്ങനെയാ നമ്മൾ എഴുതിയ മക്കളെ? ആദിഷ് പഠിച്ചു അല്ലേ? വെരി ഗുഡ്. ഇങ്ങനെ എടുത്ത് യു പോലെ എഴുതി ഇങ്ങനെ താഴോട്ട് വരച്ചു. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ, നെക്സ്റ്റ് രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തത്. മനസ്സിലായോ? ഇങ്ങനെ യു എഴുതുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക? താഴോട്ട് ഇങ്ങനെ എഴുതുക യു. ഓക്കെ, ഗ ഗ. നമ്മൾ ഇള്ള എഴുതാൻ വേണ്ടിട്ട് ചില്ലക്ഷരം ഇള്ളിങ്ങല്ലേ എഴുതിയേ? അതേപോലെയാണ്. അപ്പൊ ഗ എഴുതിയിട്ട് മുകളിലോട്ടാണ് ഇള്ള എഴുതാൻ ആക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, നോക്കട്ടെ എല്ലാവരും നോക്കട്ടെ. മിസ് എഴുതിയോന്നു. ഗ വെരി ഗുഡ്. ആയിഷാമാന എഴുതിയല്ലേ? ലുബാബ എഴുതിയിട്ടുണ്ട്, റിയാൻ ടി പി എഴുതിയിട്ടുണ്ട്. അബ്ദുൽ ബാസിത്തെ എന്തായി? എഴുതുന്നുണ്ടോ? വേഗം എഴുത്, വേഗം എഴുതിയിട്ട് വേണം ഇപ്പൊ ഫസ്റ്റ് ആവാൻ. ഏതൻ ജെ മാത്യു എഴുതി, അഭിനവ് എഴുതി, ഫാത്തിമ മെഹറിൻ എഴുതി, മുഹമ്മദ് ഷാസിൽ എഴുതി, ഡെൽവിൻ ബിജു വേഗം, ഉമർ ജാഫർ, ഫാത്തിമ ജാബിർ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ് ഫാത്തിമ. രാവിലെ നമ്മള് കുറെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതാണ് ഇപ്പൊ ഒന്നുകൂടി പറയുന്നേ. എഴുതി പഠിക്കണേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇനി അടുത്തത് സോറി ഗാബോച്ചു. അപ്പോ ക ഖ ഗ. അപ്പൊ ഗ ഗദ, അതാണ് നമ്മൾ പഠിച്ചത്. ക കരടി, ഖ നഖം, ഗ ഗദ അല്ലേ? വൈഗ വെരി ഗുഡ്. നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് നാലാമത്തത് എന്ത്? ഖ ഖ ഘടികാരം അല്ലേ? ഘടികാരം എന്നുള്ള ഖ. ഓക്കെ, എല്ലാവരും എഴുതിക്കോ. എങ്ങനെയാ? ആദ്യം നമ്മൾ പാ എഴുതും പോലെ എഴുതി അല്ലേ? പിന്നെയോ ലായു എഴുതി. പാ എഴുതി, എന്നിട്ട് അതിന്റെ കൂടെ ലായു എഴുതി. മനസ്സിലായോ? പാ എഴുതുക, അതിന്റെ കൂടെ തന്നെ ലായു എഴുതുക. ഖാന്ന്
എളുപ്പാണല്ലേ? ആ പ എഴുതി ല. ഖ. അപ്പൊ ഖ ഘടികാരം. നോക്കട്ടെ എല്ലാവരും എഴുതിയോന്നു. വെരി ഗുഡ് ഡെൽവിൻ. നെക്സ്റ്റ് ആരൊക്കെ എഴുതി? അൻവിത, പ്രജീഷ് കൊറേ തവണ എഴുതി. വെരി ഗുഡ്. ഷാസിലെ ഇന്നെന്തേ ഉഷാറില്ലേ? ഷാസിലെ, ഫാത്തിമ, മെഹറിൻ, വൈഗ, അൻവിത ഒക്കെ എഴുതി. വെരി ഗുഡ്. ആയിഷ, മാന, ആദിഷേ പഠിച്ചോ? ആദിശ്രീ എഴുതിയോ? ആദിശ്രീ വെരി ഗുഡ്. ലുബാബ എഴുതി. വെരി ഗുഡ്. ഇവാന, ബിജു, ആദിയ, മധു, ഏബൽ, സിൻഡോ, അബ്ദുൾ ബാസിത്ത്, ഫാത്തിമ, ജാബിർ, നൂഹാസ്മിൻ, വൈഗ, അഭിനവ് ഒക്കെ എല്ലാ മക്കളും എഴുതി കേട്ടോ. ഏബൽ, സിൻഡോ എഴുതി. അപ്പോ ഖ ഘടികാരം. നെക്സ്റ്റ് വേണം എന്താണ്? അടുത്ത എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഏതക്ഷര? ഏതാ വൈക? മാങ്ങ അല്ല തേങ്ങ. അതാ നമുക്ക് പഠിക്കാനുള്ള തേങ്ങ ടെക്സ്റ്റില് അല്ലേ? LKG മാങ്ങയാണ്, അതുകൊണ്ടാണ് ഇത് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നെ. ഓക്കെ, അതാ നേരത്തെ കാ കരടി എന്ന് പറയേണ്ട ബദല് എന്ത് പറഞ്ഞു മിസ്? കാ കണ്ണ്. അവിടെ കണ്ണാണ്, ഇവിടെ കരടി. ഓക്കെ, നെക്സ്റ്റ് ഖ നഖമാണ് ഇവിടെ, അവിടെ മുഖം. ഓക്കെ, ഇവിടെ അടുത്ത ഗദ തന്നെ, ഗദ തന്നെ. ഖ ഘടികാരം, അവിടെ മേഘം. തേങ്ങ. ഇനിയോ? അപ്പൊ ങ്ങായാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതിന്റെ ഓക്കെ. അപ്പോ ക ഖ ഗ ഖ ങ അല്ലെ? എങ്ങനെ പറയണ്ടേ? ക ഖ കുറച്ചും കൂടെ ഒരു സ്ട്രെസ് കൊടുക്കണം അല്ലെ? നെക്സ്റ്റ് ഗ സിമ്പിൾ ആയി പറയാം. നെക്സ്റ്റ് ഖ കുറച്ചും കൂടെ കട്ടി കൊടുത്ത് പറയാം. അപ്പൊ ക കരടി, ഖ നഖം, ഗ ഗദ, ഖ ഘടികാരം, തേങ്ങ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഏത് അക്ഷരത്തിലേക്കാ പോകുന്നേ? ചായ ആണ് പഠിക്കേണ്ടതല്ലേ അടുത്തത്? അത്ര വരെ എല്ലാവരും പഠിച്ചോ? കക്ക ഗക്കങ്ങ, അത് വെച്ച് ഓരോ വാക്കുകളും നമ്മൾ പഠിച്ചു. ക ഗ ഖ ങ, അത് വെച്ച് ക കരടി, ഖ നഖം, ഗ ഗദ, ഖ ഘടികാരം, ങ തേങ്ങ. അപ്പൊ നെക്സ്റ്റ് പേജ് എടുക്കാം അല്ലെ നമുക്ക്? ടെക്സ്റ്റ് ബുക്കില് എത്രയാ നിങ്ങളുടെ പേജ് നമ്പർ? 20. എത്രയാ പേജ് നമ്പർ? 22 ആണോ? 23. തത്തമ്മേ, അതാണ് പഠിക്കേണ്ടല്ലേ? ആരോ പാട്ട് പാടാൻ തുടങ്ങി. തത്തമ്മേ പൂച്ച പൂച്ച. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചില്ല, പഠിക്കാനായില്ല നമുക്കല്ലേ? നമുക്കിനി റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാട്ടുണ്ട്, 2 എണ്ണം. കണ്ടോ എല്ലാവരും? നെക്സ്റ്റ് പേജ് എടുത്തേ. എന്താ പാട്ട്? ഓക്കെ, കുറച്ച് സമയം നിങ്ങൾ എല്ലാവരും പഠിച്ചു അല്ലേ ഇതൊക്കെ? അപ്പൊ ഇനി നമുക്കൊന്ന് റിലാക്സ് ആവണം, വേണോ? യെസ് ഓർ നോ? പാട്ട് കേൾക്കണോ? യെസ്, ആയിഷമാന എല്ലാവർക്കും ഉണ്ട്, പാട്ട് കേൾക്കണം എല്ലാവർക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? തത്തമ്മേ പൂച്ച പൂച്ച എന്ന പാട്ടാണ് അല്ലേ? എന്താ പേരതിന്റെ? തത്തമ്മേ പൂച്ച പൂച്ച. തത്തമ്മേ പൂച്ച പൂച്ച അല്ലേ? തത്തി തത്തി തത്ത നടന്നു, കൊത്തിയെടുത്തു വിത്തെല്ലാം, പമ്മി പമ്മി പൂച്ച വരുന്നു, അയ്യോ തത്തേ പാറിക്കോ, കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു, പറ പറ പറ. അത്രേ ഉള്ളൂ പാട്ട് അല്ലേ? തത്തമ്മയുടെ പാട്ട് എങ്ങനെയുള്ളത്?
തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പാട് മിസ്സിന്റെ കൂടെ ലൗഡ്ലി. ആ, തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. ല്ലേ, കൊത്തിയ കതിരും എടുത്ത് എന്ത് ചെയ്തു? തത്ത പറന്നു പോയി. ല്ലേ? ആ, ഒന്നുകൂടി പാടാം നമുക്ക് എല്ലാവർക്കും. ആർ യു റെഡി? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ ഒന്ന് ഉഷാറിൽ കൈ കാണിക്കണം, എന്നാലേ ഞാൻ പാടുന്നുള്ളൂ. ആ, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ഒന്ന് ഉഷാറായിട്ടുണ്ട് അല്ലേ? ഉറക്കൊക്കെ പോയോ എല്ലാവർക്കും? ഉറക്കുണ്ടായിരുന്നോ? കള്ളത്തിനെ പറയാനും പറ്റൂല മിസ്സേ, ചെറിയ ഉറക്കല്ലേ എനിക്ക് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ തത്തമ്മേ പൂച്ച പൂച്ച എന്നാണ് അതിന്റെ പേര് അല്ലേ? മുകളിൽ കണ്ടോ എഴുതിയിട്ട്? തത്തമ്മേ പൂച്ച പൂച്ച. തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. ഓക്കെ, പഠിച്ചോ എല്ലാവരും? ആരൊക്കെ പഠിച്ചു പാട്ട്? അബ്ദുൽ ബാസിത്ത് പഠിച്ചോ? അബ്ദുൽ ബാസിത്തെ ഫാത്തിമ മെഹറിൻ പഠിച്ചോ? വെരി ഗുഡ്. ഏദൻ ജെ മാത്യു പഠിച്ചു, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഫാത്തിമ മെഹറിൻ ഒന്ന് പാടിയേ. തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി 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 പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്ക. കൊത്തിയ കതിരും ചുണ്ടിലെടുത്തു തത്ത പറന്നു പറ പറ പറ. പറന്നു പോയി. ആ, അതന്നെ, പറന്നു പോയി അല്ലേ? എന്തെല്ലാം ചെയ്യിച്ചാ പോയത്? തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം കൊത്തിയെടുത്തു. എന്നിട്ടോ ഇപ്പൊ പമ്മി പമ്മി പൂച്ച വരുമ്പോണ്ട് എന്ത് ചെയ്തു? യോ തത്തേ പാറിക്കോ, തത്ത പാറിപ്പോയി അല്ലേ? കൊത്തി കതിരും ചുണ്ടിലെടുത്തിട്ട് തത്ത പറന്നു പറ 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 പറ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ആരാ പറഞ്ഞത്? ഏദൻ ജെ മാത്യു കൈപൊക്കുന്നുണ്ടായിരുന്നു നേരത്തെ. തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വന്ന അയ്യോ തത്തേ പാറിക്ക. കൊത്തിയ കല്ലും ചുണ്ടിലെടുത്ത് തത്ത പറഞ്ഞു പട പട പട. കിരി കിരി കുലിക്കി അല്ലും മണ്ണ് പോക്കിത്ത പഴം കളിച്ച. കേട്ടോ, അടുത്ത പാട്ടും പാടി. കിരി കിരി കിണ്ണന്ത, കിരി കിരി കിണ്ണന്ത, കിണ്ണത്തിലിട്ട് കിലുക്കിത്ത കല്ലും മണ്ണും പോക്കിത്ത കല്ലായി പാലം കടത്തിത്ത. അല്ലേ? അതും പാടിയത്. നെക്സ്റ്റ് ഇനി ആദ്യം എന്നോട് പറയുന്നു മാഡം മിസ്, ഞാൻ എല്ലാം ഒന്ന് പാടിയേക്കാവും. അടുത്താരാ ഇവിടെ കൈ പൊക്കിയിട്ടുണ്ടായത്? ഷാസില്. തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി 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 പൂച്ച വരുന്നു അയ്യോ അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? അപ്പൊ പാടാനറിയേ? പാടിങ്ങനെ വെക്കുകയാണ് അവിടെ. വിദ്യുദ്ര. തത്തി തത്തി
തത്ത നടന്നു കൊത്തിയെടുത്തു. കൊത്തിയെടുത്തു. എന്നാ കൊത്തിയെടുത്തേ? വിത്തല്ല. പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്തെ ഓടിക്കോ. ആറിക്കോ. ആയിക്കോട്ടെ. കുത്തിയ കതിരും ചുണ്ടിയെടുത്ത് തത്ത പറഞ്ഞു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വരുന്നേ? ഉമർ ജാഫർ കൈവക്കുന്നുണ്ട്. തട്ടി 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 തത്ത വരുന്നു. കൊത്തിയെടുത്തു വിത്തല്ല. പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ അയ്യോ തത്തെ പാറിക്കോ. വെരി ഗുഡ്. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് പറ പറ പറ. തത്ത പറന്നു പറ പറ പറ. ഓക്കെ, ലുബാബ. അബ്ദുൽ ബാസിത്തെ വേഗം പഠിച്ചു വെക്കണേ. തത്തമ്മേ പൂച്ച പൂച്ച. തത്തേ 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 തത്തിനടന്നു. കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്ത പാറിക്കോ. കുത്തിയ കതിര് ചുണ്ടിലെടുത്ത് തത്ത പറഞ്ഞു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അബ്ദുൽ ബാസിത്തെ ഒന്ന് പാടിയേ. തത്തി തത്തി തത്ത നടന്നു. പാട്. തത്ത 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 തത്തി തത്തി തത്ത നടന്നു. പാട്, അല്ലെങ്കിൽ ടീച്ചർ ഇതാക്കുവേ. തത്തി 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 നടന്നു. ആയിക്കോട്ടെ. കൊത്തി മിത്ത് വിത്തല്ല. പമ്മി പമ്മി പൂച്ച വരുന്നു. പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്തേ പാറിക്കോ. അയ്യോ താരെ പാറിക്കോ. കൊത്തിയ ചുണ്ടിലെടുത്ത് കുത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. തത്തല് പറഞ്ഞു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അഭിനവ്. നേരത്തെ വായിച്ചിട്ടല്ലോ അഭിനവ്, പാട്. തത്തി തത്തി പറ. തട്ടി തട്ടേ നടന്നു. തട്ട നനഞ്ഞു. തൊട്ടിയിട്ടു വിട്ടല്ല. പമ്മി പമ്മി പൂച്ച വരുന്നു. പമ്മി പമ്മി പൂച്ച വന്നു. തത്തേ പാറിക്കോ. അയ്യോ തട്ടേ പായിട്ടോ. ചുണ്ടിലെടുത്ത് തത്ത പറന്നു തത്ത വന്നു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിഷ്. ആദിഷ് പഠിച്ചു. ആദിഷേ പാട്. തത്തി തത്തി തത്ത നടന്നു. കൊത്തിയെടുത്തു വിത്തല്ല. പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്തേ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്തു തത്ത പറഞ്ഞു പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആയിഷ മന. നടന്നു. കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്തേ പാറിക്കോ. കുത്തിയ കതിരും ചുണ്ടിലെടുത്തു തത്ത പറന്നു
പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിയ മധു. ആദിയ. ആദ്യ കുട്ടി കേൾക്കുന്നില്ലേ? നെക്സ്റ്റ് നൂഹാസ്മിൻ. തത്ത നടന്നു. കൊത്തിയെടുത്തു. പൂച്ചി വിടുന്നു പമ്മി പമ്മി പൂച്ച പറിക്ക വിത്ത് ചുണ്ടിലെടുത്തു ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് പുസ്തകം. ആദിശ്രീ. തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ പാറിക്കോ കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൈക. തത്തമ്മേ പൂച്ച പൂച്ച തത്തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം പമ്മി പമ്മി പൂച്ച നടന്നു വരുന്നു അയ്യോ തത്തെ പാറിക്കോ കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്തം പറന്നു പറ പറ പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഏബൽ സിൻഡോ. കൊത്തിയെടുത്തു വിത്തെല്ലാം പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തെ പാറിക്കോ അയ്യോ തത്തെ മാറിക്കോ കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഇവാന ബിജു. തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം പപ്പി അയ്യോ തത്തെ പാറിക്കോ കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു വെരി ഗുഡ്. തത്ത പറന്നു. ഓക്കെ, റിയാൻ. നെക്സ്റ്റ് തത്തി തത്ത നടന്നു കൊത്തിയെടുത്തു വിത്തെല്ലാം പമ്മി പമ്മി പൂച്ച വരുന്നു അയ്യോ തത്തേ കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ പറ പറ. വെരി ഗുഡ്. നെക്സ്റ്റ് അൻവിത പ്രജീഷ്. തത്ത
തത്തി തത്തി. തത്തമ്മ പൂച്ച പൂച്ച. ആ തത്തമ്മേ പൂച്ച പൂച്ച. തത്തി തത്തി തത്ത നടന്നു ഉം. കൊത്തിയെടുത്തു വിത്തല്ല. ഉം. പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്തെ പാറിക്കോ. കൊത്തിയ കളിതും ചുണ്ടിലെടുത്തു തത്ത പറന്നു. തത്ത പറന്നു. പറ 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 പറ. പറ പറ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. തത്തി തത്തി തത്ത നടന്നു കൊത്തിയെടുത്ത് വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു. അയ്യോ തത്തെ പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്തു തത്ത പറഞ്ഞു പറ പറ പറ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് എന്താണ് ഫാത്തിമ പറഞ്ഞോ. ഞാൻ ആദ്യം പാടീനേ. ആദ്യം പാടീനാ. ഓക്കെ ഡെൽവിൻ ബിജു. തത്ത 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 നടന്നു. അല്ല തത്തി തത്തി തത്ത നടന്നു. കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി 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 പൂച്ച വരുന്നു. അയ്യോ തത്ത പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു. പറ പറ പറ. ഓക്കെ വെരി ഗുഡ്. എല്ലാ മക്കളും പാടിയോ. ഉമർ ജാഫർ പാടിയോ. ഉമർ ജാഫറെ പാടിയോ. പാടിയാ. ഓക്കെ അപ്പൊ എല്ലാവരും പാടിയല്ലേ. ആരും കൊണ്ടൊഴിഞ്ഞിട്ട് ഇല്ല അല്ലേ. ലുബാബ നേരത്തെ ക്ലാസ് കേറിയിട്ടുണ്ടായിരുന്നു രാവിലെ. വെരി ഗുഡ് ആദിഷ്. രാവിലത്തെ ക്ലാസ് കയറിയോ. ലുബാബ കേറിയില്ലല്ലോ മോളെ. അതെ അല്ലേ. ഹോസ്പിറ്റലിൽ പോയിനല്ലേ. എന്ത് പറ്റി. ഞാൻ പോയതാ. അതെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് രാവിലെ ഇല്ലാതിരുന്നാരാ. ആയിഷക്ക് നെറ്റ് പ്രോബ്ലം അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ. നമ്മുടെ ഇത് സമയം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരോടും ബൈ. രാവിലെ പറഞ്ഞ മിസ് പറഞ്ഞ കഖ ഗഖങ്ങ എന്നുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ അക്ഷരദീപത്തില് എഴുതണേ മക്കളെല്ലാവരും. അതുപോലെ 2 ലൈൻ ബുക്കിലും എഴുതണം. ഓക്കെ ബൈ. അതുപോലെ വായിച്ച് പഠിക്കുകയും വേണം കേട്ടോ. ബൈ. സി യു. ബൈ. ഓക്കെ ബൈ. ഓക്കെ ബൈ. Bye.